സർ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉറച്ച ശബ്ദത്തോടെ അവതരിപ്പിച്ചു. നിയമസഭയിൽ ഇടപെടലുകളിലൂടെ അദ്ദേഹം കുന്നംകുളത്തിന്റെ വികസനത്തിന് അടിത്തറയിട്ടു. ഹരീഷ് വിവരങ്ങളുമായി ചേരുന്നു. ഹരി, സഭാ നടപടികൾ ആരംഭിച്ചു അല്ലേ? സഭാ നടപടികൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം സഭാ നടപടികളുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം നിയമസഭാ നടപടിക്രമങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുള്ള അങ്ങനെ ഒരു നോട്ടീസ് വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള ഒരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ശബരിമല വിഷയം തുടക്കത്തിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാതെ തുടക്കത്തിൽ തന്നെ ആ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ സംസാരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ തുടരുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് സഭയിൽ ഇരുപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഉയർത്തും. ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടക്കം മുതൽ ഉള്ള സാഹചര്യത്തിൽ തുടർന്നങ്ങോട്ട് ശബ്ദമുഖരിതമാകാനാണ് സാധ്യത. തുടക്കത്തിൽ സ്പീക്കർ ചരമോപചാരം അർപ്പിക്കുകയായിരുന്നു അന്തരിച്ചവർക്ക്. അതിനുശേഷമാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. TS ഹരീഷിനാണ് വിശദ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും സഭയിൽ വലിയ ശബ്ദമുഖരിതമായൊരു അന്തരീക്ഷമാണെന്ന് തോന്നുന്നല്ലോ ഹരി. ഹരികൃഷ്ണയ്ക്ക് കേൾക്കാമെന്ന് കരുതുന്നു. സഭയിൽ വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് അത് വ്യക്തമാകുന്നു. എന്താണ് സഭയിൽ നടക്കുന്നത് ഇപ്പോൾ? സഭാ നടപടികൾ തത്സമയം നൽകുന്നതാണ്. പറയും സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭാ നടപടികളുടെ ഭാഗമായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ നിന്നും, അതായത് ചർച്ചയ്ക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ഒളിച്ചോടുന്നു എന്നുള്ള ഒരു നിലപാട് മന്ത്രി MB രാജേഷ് മറുപടിയായി പറഞ്ഞു. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര, അതായത് സഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായി വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് നോട്ടീസ് നൽകാം. ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഭാ നടപടികളുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം വരുന്നത്, അതായത് പ്രതിഷേധം വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഒളിച്ചോടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഭരണപക്ഷം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതായത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിന് മുൻവശത്ത് പ്ലക്കാർഡുകളും ഏന്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്യുകയല്ല, പകരം സഭാ നടപടികളെ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതായത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഭരണപക്ഷത്തിൻ്റെ ആയുധങ്ങളുണ്ട്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വേദിയിൽ, നിയമസഭ പോലൊരു വേദിയിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ ഭരണപക്ഷം തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടോ സഭയിൽ വരികയാണെങ്കിൽ അത് കൃത്യമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നത്. പക്ഷേ പ്രതിപക്ഷം അതിനല്ല തയ്യാറായത്. നിയമസഭാ നടപടികളുടെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കാട്ടി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ളവർ മറുപടി പറഞ്ഞത്. അതായത് ഈ വിഷയം നോട്ടീസായി നൽകുക, പ്രതിപക്ഷ
പ്രതിപക്ഷത്തിന് നോട്ടീസായി നൽകാം. ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി, ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത്. അത് ഒരു പരിഹാസ രൂപേണയാണ് MP രാജേഷ് സഭയിൽ പറയുകയും ചെയ്തത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഒരു വശത്ത് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും നടക്കുന്നു. ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുകയാണ്. സഭാ നടപടികൾ തത്സമയം സഭാ TV നൽകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. സഭയിൽ എന്താണ് നടക്കുന്നത് എന്ന് പുറം ലോകം അറിയാൻ കഴിയുന്നില്ല. സഭാ TV മാത്രമാണ് മാധ്യമങ്ങൾക്ക് ആകെയുള്ള ആശ്രയം. സഭാ TV നൽകുന്ന ദൃശ്യങ്ങൾ എന്താണോ, അവിടെ നിന്നുള്ള വിവരങ്ങളും ശബ്ദങ്ങളും എന്താണോ അത് മാത്രം നൽകുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. പക്ഷേ അത് നിഷേധിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് പ്രേക്ഷകരോട്. സഭയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ശബരിമല കൊള്ള ഉന്നയിച്ച് പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ ബഹളമാണ് സഭയ്ക്കുള്ളിൽ നടക്കുന്നത്. ഈ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിരോധവും ഉയർത്തുന്നുണ്ട്. ഇരുകൂട്ടരും വ്യക്തമായി പലതും പറഞ്ഞ് തന്നെ പിടിച്ചു നിൽക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സഭാ നടപടികൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. ആദ്യം അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്നാണ് സഭയിൽ വലിയ ബഹളമുണ്ടായത്. പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ സംസാരിക്കാൻ എഴുന്നേറ്റു. പക്ഷേ അന്തിമോപചാരം അർപ്പിക്കലാണ് എന്ന് സ്പീക്കർ പറഞ്ഞതിനെ തുടർന്ന് ഇരിക്കുകയായിരുന്നു. തുടർന്നാണ് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സഭാ TV യിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ്.